ഇതിനെ കുറിച്ച് പഠിച്ചത് മോഡൽ ഓക്സിലറീസിനെ കുറിച്ചാണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു മോഡൽ ഓക്സിലറീസ്? ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷോൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ടിറ്റു. ഈ ഓക്സിലറീസ് മോഡൽ ഓക്സിലറീസ് വരുമ്പോൾ വെർബിന്റെ ഏത് ഫോം യൂസ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്? ബേസ് ഫോം. എന്താ ബേസിക് ഫോം? ഒരു എക്സാമ്പിൾ പറഞ്ഞു ബേസിക് ഫോമിന്. ജമ്പ്, റൺ, സിംഗ്. ജമ്പ്, റൺ. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് മോഡൽ ഓക്സിലറീസിലെ ക്യാനിനെയും കുഡിനെ കുറിച്ച് പഠിക്കാം. ക്യാൻ, കുഡ്. ക്യാൻ്റെ മീനിങ് അറിയോ? ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും. കുഡ് കഴിയുമായിരുന്നു. ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഏത്? കുഡ്. ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, കുഡ് എന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നു. ഇനി ഏതൊക്കെ സന്ദർഭത്തിലാണ് ഈ ക്യാനും കുഡ് യൂസ് ചെയ്യാന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ക്യാനും കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു എക്സ്പ്രസ് എബിലിറ്റി, പെർമിഷൻ, പോസിബിലിറ്റി. നമ്മുടെ ഒരു കഴിവിനെ കുറിച്ച് പറയാൻ, പിന്നെ നമ്മളൊരു പെർമിഷൻ ചോദിക്കുക, പോസിബിലിറ്റി, സാധ്യത, അതിനൊക്കെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ക്യാനും കുഡും യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് പാടാൻ കഴിയും. എങ്ങനെ പറയാമെന്ന് ശ്രമിച്ച് നോക്കി പറയാൻ പറ്റുന്നത്? എനിക്കെന്ന് പറഞ്ഞാൽ ഐ കഴിയും എന്ന് പറയുമ്പോൾ ക്യാൻ. ഐ ക്യാൻ സിങ്. ഓക്കെ, അപ്പൊ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പാടാൻ കഴിയുമായിരുന്നു. ഐ കുഡ്. കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ കുഡ് വയ്ക്കും. ഐ കുഡ് സിങ്. എനിക്ക് പാടാൻ കഴിയുമായിരുന്നു. എനിക്ക് പോകാൻ കഴിയും. എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതുക? ഐ ക്യാൻ ഗോ എന്ന് പറഞ്ഞാൽ പോവുക. ഐ ക്യാൻ ഗോ. പോകാൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു. ഐ കുഡ് ഗോ. വെരി ഗുഡ്. ഇനി വേറെ സെൻസ് ഇതുപോലെ പറഞ്ഞ, എനിക്ക് ചാടാൻ കഴിയും. ഐ ക്യാൻ ജംപ്. എനിക്ക് ചാടാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ജംപ്. ഇതുപോലെ വേറെ എക്സാമ്പിൾ. മലയാളത്തിൽ പറഞ്ഞാൽ മതി, അതുകൊണ്ട് ഇംഗ്ലീഷ് ആക്കാം. ഐ ക്യാൻ റൺ. എനിക്ക് ഓടാൻ കഴിയും. ഐ ക്യാൻ റൺ. ഓടാൻ കഴിയുമായിരുന്നു. ഐ കുഡ് റൺ. മനസ്സിലായോ നിനക്ക് കുഡും ക്യാനും? യെസ്. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, കുഡ് എന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നു. ഓക്കെ, താങ്ക് യു.